ക്വസ്റ്റ്യൻ ഏതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? Q of y equal to 7y square minus 11 by 3y minus 2 by 3. ഒരു സെക്കൻഡ്. 7y സ്ക്വയർ മൈനസ് 11/3y മൈനസ് 2/3 അല്ലേ? അതല്ലേ? അതെ. ഓക്കെ. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് Q ഓഫ് y ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു 7y സ്ക്വയർ മൈനസ് 11/3y മൈനസ് 2/3. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് എ ബി സി എന്താണെന്ന് വേണമെങ്കിൽ എടുത്ത് എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമുക്ക് സീറോസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അതായത് ഇത് അവരുടെ ചോദ്യം എന്താണ്? സീറോസ് കണ്ടുപിടിച്ചിട്ട് സീറോസും കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ വെരിഫൈ ചെയ്യാൻ വേണ്ടിയല്ലേ? അതല്ലേ ക്വസ്റ്റ്യൻ? അതെ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് 7 ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് 11/3 ആണ്, സി എന്ന് പറയുന്നത് മൈനസ് 2/3 ആണ്. ആണോ? അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ തന്നിരിക്കുന്ന ക്യൂ ഓഫ് വൈനെ സീറോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 7y സ്ക്വയർ മൈനസ് 11/3y മൈനസ് 2/3 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു സി ആണ്. അത് എത്രയാണ്? 7 ഇൻറ്റു മൈനസ് 2/3. അപ്പോൾ നമുക്ക് മൈനസ് 14/3 എന്ന് വരുന്നു. അതേപോലെ തന്നെ സമ്മ് എന്ന് പറയുന്നത് മൈനസ് 11/3 ആണ് അല്ലേ? ശരിയല്ലേ? സമ്മ് എന്ന് പറയുമ്പോൾ ബി ആണ്, ബി എന്ന് പറയുമ്പോൾ 11/3 ആണ്. ആണോ? അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് ഒരു സെക്കൻഡ് ഇതിനെ ഞാൻ ഒന്നൊരു കാര്യം ചെയ്യാം. ഇത് ഇങ്ങനെ എടുക്കും. ഇങ്ങനെയാണോ ചെയ്യാൻ ശ്രമിച്ചേ? അതെ. ഓക്കെ. നമുക്കതിനെ ഒന്ന് മാറ്റി ചെയ്ത് നോക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ LCM എടുക്കാൻ പോവാം. LCM എടുക്കാം. നോക്കിയോ. Q ഓഫ് y ഈസ് ഈക്വൽ ടു ഈ 7. ഇവിടെ രണ്ട് ഡിനോമിനേറ്റർ 3 അല്ലേ? ഈ 7ന്റെ ഡിനോമിനേറ്റർ 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ശരിക്കും ഇങ്ങനെയല്ലേ കിടക്കുന്നത്? 7y സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് 11/3y മൈനസ് 2/3 എന്നല്ലേ കിടക്കുന്നത്? അതിനെ ഞാൻ LCM എടുക്കാൻ വേണ്ടി ഇൻറ്റു 3 ഇവിടെയും ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ Q ഓഫ് y ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 21y സ്ക്വയർ മൈനസ് 21y സ്ക്വയർ ഡിവൈഡ് ബൈ 3 മൈനസ് 11/3y മൈനസ് 2/3 ആണല്ലോ. നമുക്ക് 0 കണ്ടുപിടിക്കണം. നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് കൊടുക്കണം? 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. Q ഓഫ് y 0 ആണ്. അങ്ങനെയാണെങ്കിൽ 21y സ്ക്വയർ മൈനസ് 11y മൈനസ് 2 ഹോൾ ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 0. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോകും. 21y സ്ക്വയർ മൈനസ് 11y മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 ഇങ്ങനെയാവും. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും എ എന്ന് പറയുന്നത് 21 ആണ്, ബി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 11 ആണ്, സി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 2 ആണ്. ഇനിയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എ ഇൻറ്റു സി ആണ്. അതായത് 21 ഇൻറ്റു മൈനസ് 2 ആണ്. 21 ഇൻറ്റു മൈനസ് 2 ആണ്. അപ്പോൾ എത്ര? മൈനസ് 42 ആണ്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. അത് മൈനസ് 11 ആണ്. ഇനിയും നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഡാഷ് ഇൻറ്റു ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 42 വരണം. ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം? മൈനസ് 11 വരണം. നമുക്കറിയാം 7 42 വന്നു കഴിഞ്ഞാൽ പറ്റുമോ? 14 3 നോക്കിയാലോ? 14 ഇൻറ്റു 3 നോക്കിക്കഴിഞ്ഞാൽ 32 വരും. 14 പ്ലസ് 3 ചെയ്ത് കഴിഞ്ഞാൽ 11 വരും. മൈനസ് ആവരുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 14 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ മൈനസ് 42, മൈനസ് 14 പ്ലസ് 3 എന്ന് പറയുമ്പോൾ മൈനസ് 11. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 21y സ്ക്വയർ മൈനസ് 14y പ്ലസ് 3y മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് 7y കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 7 3 21. 3y മൈനസ് എന്തെന്ന് വരും? 2 എന്ന് വരും. പ്ലസ് ഇവിടെ ഒന്നും കോമൺ എടുക്കാനില്ല, 1 കോമൺ എടുത്തു. അപ്പോൾ ബാക്കി എന്താ? 3y മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. വീണ്ടും രണ്ടിടത്തും 3y മൈനസ് 2 കോമൺ ഉണ്ട് ഈ രണ്ടിടത്തും. അപ്പം 3y മൈനസ് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര? 7y പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ
ആദ്യം 3y മൈനസ് 2 ഈസിക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. അവിടുന്ന് 3y ഈസിക്വൽ ടു മൈനസ് 2 എന്ന് കൊടുക്കുന്നു. y ഈസിക്വൽ ടു മൈനസ് 2/3 എന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ 7y പ്ലസ് 1 ഈസിക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. 7y ഈസിക്വൽ ടു മൈനസ് 1 എന്ന് കൊടുക്കുന്നു. y ഈസിക്വൽ ടു മൈനസ് 1/7 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ എന്ന് പറയുന്നത് മൈനസ് 2/3യും ബീറ്റ എന്ന് പറയുന്നത് മൈനസ് 1/7 ആണ്. നമുക്ക് മാനുവലി ആൽഫ പ്ലസ് ബീറ്റ ചെയ്ത് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ ചെയ്യുമ്പോൾ മൈനസ് 2/3 പ്ലസ് മൈനസ് 11 മൈനസ് 1/7 ആണ്. കോമൺ ഡിനോമിനേറ്റർ ആക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? രണ്ടിനെ 20 ആക്കണം. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? മൈനസ് 14 പ്ലസ് മൈനസ് 3 ഡിവൈഡ് ബൈ 21 വരും. അപ്പം മൈനസ് 17 ഡിവൈഡ് ബൈ 21 എന്ന് വരും. ഇവിടെ കിടക്കട്ടെ. ഇനി ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ മൈനസ് 2/3 ഇൻറ്റു മൈനസ് 1/7 ആണ്. അപ്പം ഇതെന്ത് വരും? മൈനസ് 2 ഇത് പ്ലസ് വരും. അപ്പോൾ 2/21 എന്ന് വരും. അതവിടെ കിടക്കട്ടെ. ഇനി മാനുവലി നമുക്ക് ചെയ്ത് നോക്കാം. അതായത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് ബി ബൈ എ ആണ്. സോറി, സം എന്ന് പറയുമ്പോൾ മൈനസ് ബി ബൈ എ ആണ്. ആണോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു എ എന്ന് പറയുന്നത് എന്താണ്? 21 ആയിരുന്നു അല്ലേ? എ എന്ന് പറയുന്നത് 21 ആണ്. ബി എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ മൈനസ് ഓഫ് മൈനസ് 1 ഡിവൈഡ് ബൈ എ എന്ന് പറയുന്നത് എന്താ? അതിനകത്തൊരു വ്യത്യാസം വരുന്നുണ്ടല്ലോ. ഒരു സെക്കൻഡ്. 2/3യും മൈനസ് 1/7 അല്ലേ? എൽസിഎം എടുക്കുമ്പോൾ 14 മൈനസ് 11/20. ഇതിൽ ഒരെണ്ണം പ്ലസ് അല്ലേ? ഇത് നോക്കിയേ, ഇത് പ്ലസ് ആണേ. ഏതാ? ഇത് അതായത് ഈ മൈനസ് 2 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് അല്ലേ വരിക? അപ്പോൾ ഇത് പ്ലസ് ആണേ. ഇത് പ്ലസ്, ഒരെണ്ണം പ്ലസ് ആണ്. ഒരെണ്ണം പ്ലസ് ചെയ്യുമ്പം ഇത് പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 11/21 ആയിരിക്കും വരുന്നത്. 11 ഇത് പ്ലസ് ആണ്, ഇത് 11, ഇത് പ്ലസ് ആണ്. അപ്പം 11/21 ആയിരിക്കും വരുന്നത് കേട്ടോ. 11/21 അല്ല, പ്രശ്നമുണ്ടല്ലോ. മൈനസ് y is equal to 2, y is equal to 2/3. ഇവിടെ 7y plus 1 അല്ലേ? 7y plus 1, 7y is equal to minus 1, y is equal to minus 1/7. ഓക്കെ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 2/3യും ബീറ്റ എന്ന് പറയുന്നത് മൈനസ് 1/7 ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ചെയ്ത് കഴിഞ്ഞാൽ 2/3 പ്ലസ് മൈനസ് 1/7. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 2 14 പ്ലസ് മൈനസ് 3 ഡിവൈഡ് ബൈ 21. 14 മൈനസ് 3 എന്ന് പറയുമ്പോഴേക്കും 11/21. ഓക്കെ, നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം എന്തായാലും. ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു മൈനസ് 1/7 ഈസ് ഈക്വൽ ടു മൈനസ് 2 ഡിവൈഡ് ബൈ 21. ഓക്കെ, ഇനി നമുക്ക് മാനുവലി ചെയ്യണം. നമുക്കറിയാം സമ്മ് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 11/21 ആണ്. അതായത് 11/21 കറക്റ്റ് ആണ്. ഇനിയും ആൽഫ ബീറ്റ ചെയ്യുമ്പം അതായത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് സി ബൈ എ ആണ്. സി ബൈ എ എന്ന് പറയുമ്പോഴത്തേക്കും സി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് സി എന്ന് പറയുന്നത് മൈനസ് 2 ആണ്. അപ്പം മൈനസ് 2 ഡിവൈഡ് ബൈ എ 21 ആണ്. അതും കറക്റ്റാണ്. ഹെൻസ് വെരിഫൈ. ക്ലിയർ ആണോ? ക്ലിയർ. വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ നമുക്ക് ചെയ്യാനായിട്ട്? ഇല്ല. റൂട്ടിന്റെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നോ? എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ഇത് ചെയ്തായിരുന്നോ? അതായത് എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ പ്ലസ് 4√3 വി മൈനസ് 15 ഇത് ചെയ്തായിരുന്നോ? ചെയ്തു. കിട്ടിയോ അത്? കിട്ടി. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച്
അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയുള്ള റിലേഷൻ ആയിരുന്നു. ചെയ്തായിരുന്നോ? ഈ ക്വസ്റ്റ്യൻ തന്നായിരുന്നു അത്, പക്ഷെ എനിക്ക് അയച്ചില്ലല്ലോ. പി ഓഫ് വൈ ഈസ് ഇക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് 3√5/2 ഇൻറ്റു വൈ മൈനസ് 5. ഇത് ചെയ്തായിരുന്നോ? ചെയ്തിട്ടുണ്ട്. അയച്ചായിരുന്നോ? ഇല്ല. ആ, അത് അയക്കണേ. അത് ഹോംവർക്ക് എല്ലാം എനിക്ക് അയക്കണേ, എന്നാലും ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളേ. കേട്ടോ? ഓക്കെ. അപ്പം ഇത് ചെയ്തിട്ട് കിട്ടിയോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണോ? ചെയ്ത് നോക്കണോ? ഉറപ്പാണോ കിട്ടിയത് ശരിയാന്ന്? ഞാനത് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വെരിഫൈ ചെയ്തു. രണ്ടും വെരിഫൈ ആയി. ഓക്കെ, എന്നാ കുഴപ്പമില്ല. Okay, find a quadratic equation. Quadratic equation. Sorry, quadratic polynomial ആണ്. Quadratic polynomial whose sum and product of zeros are respectively given. Also find zeros of this polynomial. അതിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ -2√3 -9. ഇത് ശരിക്കും സമ്മും പ്രൊഡക്റ്റും. സമ്മും പ്രൊഡക്റ്റും എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ പ്ലസ് ബി. ഓക്കെ, രണ്ടാമത്തേത് ആൽഫ ബീറ്റയാണ് നമ്മുടെ എന്ത് തന്നിരിക്കുന്നത്? -9 തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഇത് കണ്ടുപിടിക്കണം. എന്താ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം.
കിട്ടിയോ? ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. കിട്ടുന്നുണ്ടോ? ഇപ്പൊ കഴിയും. ഓക്കെ, കിട്ടിയിട്ട് അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് ഞാനിത് എക്സ്പ്ലെയിൻ കൂടെ ചെയ്തു തരാം, നോക്കിയോളൂ. നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2√3 ആൽഫ ബീറ്റ മൈനസ് 9 ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ ജനറൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഫോമിലോട്ട് എഴുതുമ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈ മൈനസ് മൈനസും പ്ലസ് ആവുന്നു, പ്ലസ് 2√3 എക്സ് എഴുതുന്നു മൈനസ് 9. പിന്നെ നമുക്ക് സീറോയും കൂടെ കണ്ടുപിടിക്കാൻ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ സീറോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പി ഓഫ് എക്സ് സീറോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീറോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് എയും ബിയും സിയും കണ്ടുപിടിച്ച് പ്രൊഡക്റ്റിന് സമം കണ്ടുപിടിച്ചപ്പോൾ പ്രൊഡക്റ്റ് മൈനസ് 9ഉം സമ 2√3 വന്നു. നമുക്കറിയാം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ 2√3 ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം 2 മാങ്ങയായിട്ട് അങ്ങ് കൺസിഡർ ചെയ്യണം. 2 മാങ്ങ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 മാങ്ങ കിട്ടണമെങ്കിൽ 3 മാങ്ങയിൽ നിന്ന് 1 മാങ്ങ കുറയ്ക്കുന്നതായിട്ട് എഴുതി. ഇവിടെ കൺഫ്യൂഷൻ വന്നില്ലായിരുന്നോ? വന്നു. ഓക്കെ, അപ്പോൾ അതിനെ നിങ്ങൾ ഈ റൂട്ടൊക്കെ വരുന്ന സമയത്ത് അതിനെ ഒരു മാങ്ങയായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് 3 മാങ്ങയിൽ നിന്ന് 1 മാങ്ങ കുറച്ചാൽ 2 മാങ്ങ. അപ്പോൾ നമുക്ക് എന്താ 3√3 മൈനസ് 1√3 എന്ന് പറയുന്നത് എന്താണ്, 2√3 ആണ്. ഓക്കെ, എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3√3 1√3 ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, 3√3 ഇൻറ്റു മൈനസ് √3 എന്ന് പറയുമ്പോൾ മൈനസ് 9 തന്നെ വരും. കാരണം എന്താ, 3 ഇൻറ്റു √3 ഇൻറ്റു മൈനസ് √3 എന്നാണ് വരുന്നത്. √3 ഇൻറ്റു √3 3, 3 ഇൻറ്റു 3 9 മൈനസ് 9. അതേപോലെ 3√3 പ്ലസ് മൈനസ് √3 എന്ന് പറയുമ്പോഴത്തേക്കും 3√3 മൈനസ് √3 ആണ്, അത് 2√3 കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 3√3 മൈനസ് √3 മൈനസ് 9 ഈസ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. ഇവിടെ നിന്ന് നമുക്ക് അല്ല 3√3 എക്സ് ആണല്ലോ, ഇവിടെ എക്സ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ, എക്സ് പ്ലസ് 3√3 എന്ന് വരുന്നു. ഇവിടെ നിന്ന് നമുക്ക് കോമൺ എടുക്കാനായിട്ട് എക്സ് പ്ലസ് 3√3. ഓക്കെ, ഈ √3നെ നമുക്ക് എന്തെന്ന് ചെയ്യാം, ഈ √3നെ നമുക്ക് അല്ല ഈ 9നെ നമുക്ക് വേണമെങ്കിൽ 3√3 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇത് നോക്കിയോ, ഒരു കോമൺ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് ഞാൻ എഴുതിയിട്ട് ഒരു സ്റ്റെപ്പ് എഴുതാൻ നോക്കിയോളൂ. ഇത് എക്സ് സ്ക്വയർ എന്നാക്കി, പ്ലസ് 3√3 എക്സ് എന്നാക്കി, മൈനസ് √3 എക്സ് എന്നാക്കി. ഈ 9നെ ഞാൻ എന്ത് ചെയ്യാന്നറിയാം, മൈനസ് 9നെ 3 ഇൻറ്റു √3 ഇൻറ്റു √3 എന്നാക്കുകയാണ്. കുഴപ്പമുണ്ടോ? ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് എക്സ് കോമൺ എടുത്തിട്ട് എക്സ് പ്ലസ് 3√3 എന്ന് വരുന്നു. ഇവിടെ മൈനസ് √3 കോമൺ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എക്സ് പ്ലസ് 3√3 എന്ന് തന്നെയാണ് വരുന്നത്, ഈസ് ഈക്വൽ ടു 0. അപ്പം എക്സ് പ്ലസ് 3√3 വീണ്ടും കോമൺ എടുക്കും, ബാക്കി എക്സ് മൈനസ് √3 എന്ന് വരുന്നു. അപ്പം എക്സ് പ്ലസ് 3√3 എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 3√3. ഇവിടെ എക്സ് മൈനസ് √3 ഈസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു എന്താ, √3 എന്ന് വരും. ഇത്രയേ ഉള്ളൂ കാര്യം. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തേ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തേ. 21/8ഉം 5/16ഉം ഒന്ന് ചെയ്തേ.
എടുത്ത് വരിക. ചെയ്തോ ശ്രേയ? ഇല്ല. ഓക്കെ. എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? അറിയത്തില്ല, ചെയ്യണം. അറിയത്തില്ല, ചെയ്യണം ആ. ആണോ? ആ. ഓക്കെ ഓക്കെ. ഓക്കെ, നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ഏതാണ്? 25/8 ആയിരുന്നോ പറഞ്ഞേ? 21/8 5/6. ഓക്കെ, 21/8 അതേപോലെ തന്നെ 5/16. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 21/8 ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 5/6 ആണ്, 5/16 ആണ്. ഓക്കെ ഇല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജനറൽ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് മൈനസ് ആൽഫ ബീറ്റ. അവിടെ നിന്ന് എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ 21/8, എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ 5/16. നമുക്കറിയാം ഇവിടെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല, ഡിനോമിനേറ്റർ കോമൺ ആക്കിയിട്ട് എഴുതണം. ഡിനോമിനേറ്റർ കോമൺ ആക്കിയിട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ എന്താണ് പി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്ര മതി, പി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ ഇത് മതി. പക്ഷേ സീറോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കിതിനെ എന്താണ് ഡിവൈഡ് ബൈ ഫോമിൽ എഴുതാൻ പാടില്ല. നമ്മളതിനെ ഒരു ലീനിയർ, അതായത് സ്ട്രെയിറ്റ് ലൈനിലാക്കി എഴുതണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, രണ്ടാമത്തെ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പി ഓഫ് എക്സിനെ സീറോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് എക്സ് സ്ക്വയർ മൈനസ് 21/8 എക്സ് പ്ലസ് 5/16 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. നമുക്കറിയാം ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ ഇവിടെ 16 ആക്കിയാൽ മതിയല്ല. അപ്പം ഇവിടെ 1 ആണ്, അപ്പോൾ ഇവിടെ ഇൻറ്റു 16 ചെയ്യുന്നു, ഇവിടെ ഇൻറ്റു 2 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മോളും അതേപോലെ ഇവിടെ ഇൻറ്റു 16 ചെയ്യുന്നു, ഇവിടെ ഇൻറ്റു 2 ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 16x² മൈനസ് 42x പ്ലസ് 5, ഇവിടെയും 16 ആയി, ഇവിടെയും 16 ആയി, ഇവിടെയും 16 ആയി, ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ 16x² മൈനസ് 42x പ്ലസ് 5 ഹോൾ ഡിവൈഡ് ബൈ 16 ഈസ് ഈക്വൽ ടു 0. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് 16x² മൈനസ് 42x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി എന്താ? ഇനി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എ എന്ന് പറയുന്നത് 16 ആണ്, ബി എന്ന് പറയുന്നത്
-42 ആണ്, സി എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എ ഇൻറ്റു സി ആണ്. 16 ഇൻറ്റു 5 ആണ്. 16 ഇൻറ്റു 5 എത്ര? 80 അല്ലേ? ഇനി സമ്മ എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ന് പറയുമ്പോൾ -42. നമുക്ക് ഏതൊക്കെ ചെയ്യുമ്പോഴാണ് 80 42 കിട്ടുന്നത്? ഡാഷ് ഇൻറ്റു ഡാഷ് ഈസ് ഈക്വൽ ടു 80, ഡാഷ് പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു ഓക്കെ കറക്റ്റ് ആണ്. ഡാഷ് ഇൻറ്റു ഡാഷ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് 40 ഇൻറ്റു 2 ചെയ്താൽ പോരെ? 40 ഇൻറ്റു 2 80, 40 പ്ലസ് 2 നമുക്ക് എത്രയാണ്? -42 വരണം. അങ്ങനെയാണെങ്കിൽ രണ്ടിനും നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ആ കാര്യം നടക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ 16x² -40x -2x + 5 = 0. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും നമുക്ക് എന്ത് കോമൺ എടുക്കാം? 8 കോമൺ എടുക്കാം. 8 കോമൺ എടുത്തു കഴിഞ്ഞാൽ 8x കോമൺ എടുത്തു കഴിഞ്ഞാൽ 2x മൈനസ് എത്ര എന്ന് വരും? 5 എന്ന് വരുന്നു. ഇവിടെ നിന്ന് വീണ്ടും മൈനസ് ആണ്. മൈനസ് കോമൺ എടുക്കുക ഒന്നുമില്ല, പക്ഷെ മൈനസ് ഒക്കെ ഉണ്ടായിട്ട് -1 കോമൺ എടുക്കുക. അപ്പോൾ 2x - 5 എന്ന് തന്നെ വന്നു = 0. അവിടുന്ന് 8x - 1 ഇൻറ്റു എന്താ ബാക്കി 2x - 5 = 0. അവിടുന്ന് 8x - 1 = 0. അവിടുന്ന് x = 1/8 എന്ന് വരുന്നു. ഇവിടെ അതേപോലെ 2x - 5 = 0. അവിടുന്ന് x = 5/2 എന്ന് വരുന്നു. ഇതായിരിക്കും എൻ്റെ ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, വേറൊരു ടൈപ്പ് ഇത് ചെയ്തല്ലോ. ഓക്കെ, വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനോടെ തരാം. ആ ടൈപ്പ് ക്വസ്റ്റ്യനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. വേർഡ് പ്രോബ്ലം നമുക്ക് പിന്നീട് ചെയ്യാം. വേർഡ് പ്രോബ്ലം ഇതിനകത്തുനിന്ന് മറ്റേ ഇതും കൂടെ പഠിപ്പിച്ചിട്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൂടെ പഠിപ്പിച്ചിട്ട് നമുക്ക് വേർഡ് പ്രോബ്ലം ഒരുമിച്ച് ചെയ്യാം. ലീനിയറിനകത്തും ക്വാഡ്രാറ്റിക്കിനകത്തുമാണ് വേർഡ് പ്രോബ്ലം വരുന്നത്. ഇതിനകത്തുനിന്ന് വേർഡ് പ്രോബ്ലം ഉണ്ട്. അതിൽ ചെറിയ വേർഡ് പ്രോബ്ലമേ ഉള്ളൂ. നോക്കിക്കോ, ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ zeros of the quadratic polynomial f of x is equal to x² plus x minus 2. Find the value of 1/alpha minus 1/beta. ഞാൻ ചെയ്തുതരാം, അറിയോ ചെയ്യാൻ? ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽഫയും ബീറ്റയും ഇതിന്റെ 0 ആണ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 1/alpha plus 1/beta കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിപ്പം f of x is equal to x² plus x minus 2 ആണ്. അതിനർത്ഥം ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നത് 1 ആണ്, c എന്ന് പറയുന്നത് -2 ആണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? a ഇൻറ്റു c ആണ്, അതായത് 1 ഇൻറ്റു -2 ആണ്, -2 ആണ്. സമ്മ എന്ന് പറയുന്നത് b ആണ്, b ഇവിടെ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡാഷ് ഇൻറ്റു ഡാഷ് ചെയ്യുമ്പം നമുക്ക് -2 ആണല്ലോ, -2 വരണം. ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് 1 വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഇൻറ്റു 1 എടുത്തു കഴിഞ്ഞാൽ 2 വരും. 2 + 1 ചെയ്ത് കഴിഞ്ഞാൽ 3 ആയിരുന്നു. അപ്പോൾ നമുക്ക് സൈനിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൈനസ് ഇടാം. 2 ഇൻറ്റു -1 = -2, 2 - 1 = 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ്? 0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x² പ്ലസ് ഇവിടുത്തെ എന്താണ്? അതായത് x² minus 2x x² plus 2x minus 1x minus 2 = 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് x കോമൺ എടുത്തു കഴിഞ്ഞാൽ x plus 2, ഇവിടുന്ന് -1 കോമൺ എടുത്തു കഴിഞ്ഞാൽ x plus 2 = 0. അപ്പോൾ x minus 1 = 0, x = 1, x plus 2 = 0, x = -2 ആണോ? ഓക്കെ, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ഇത്രയും ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നറിയോ? 1/alpha minus 1/beta വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത്രയും മതി. എന്തുവാ? അതായത് ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇത് ഓൾറെഡി നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി സമയം എടുക്കും. അതിലും എളുപ്പം ഓൾറെഡി നമുക്ക് സമ്മും പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ എളുപ്പം ഒരു വഴിയുണ്ടല്ലോ. എന്തുവാ? സമ്മും പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ എളുപ്പം ഒരു വഴിയുണ്ടല്ലോ. എന്തുവാ? സം കണ്ടുപിടിക്കാൻ എന്താണ്?
മൈനസ് ബി ബൈ എ ആണ്. അപ്പോൾ മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് 1 എ എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ എത്ര 1 ആണോ? പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ സി ബൈ എ ആണ്. സി എന്ന് പറയുമ്പോൾ -2 ആണ്. 1 അപ്പോൾ -2. അതായത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1ഉം ആൽഫ ബീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ് 2ഉമാണ്. ഓക്കെ ഓക്കെ ആണോ? ഇത്രയും മതി. ഇനിയും 1/α മൈനസ് 1/β ഞാൻ സിമ്പിൾ ആയിട്ട് ഇതിനെ ഇങ്ങനെ ആക്കാൻ പോവാണ്. ഇവിടെ എൽസിയം എടുക്കാൻ പോവാണ്. ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്നല്ലേ വരിക? ആണോ? ഓക്കെ. ആൽഫ ബീറ്റ അല്ല, ഒരു കാര്യം ചെയ്യാമോ? ഞാൻ ആദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ട് ഇത് ചെയ്യിക്കാം. ഇത് 1+ ആക്കാമോ? ഇത് 1+α 1/α പ്ലസ് 1/β ആക്കാമോ? ക്വസ്റ്റ്യൻ ഫൈൻഡ് 1/α പ്ലസ് 1/β അതാക്കിക്കോ. ആക്കിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നമുക്ക് ഇതിന്റെ തന്നെ മൈനസ് ഇട്ട് ചെയ്യാം. കാരണം ഇത് ഇച്ചിരി സിമ്പിളാണ്. ഇത് മനസ്സിലാക്കിയാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബീറ്റ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ അല്ലേ വരുന്നത്? ആണോ? അപ്പൊ ബീറ്റ പ്ലസ് ആൽഫ ആൽഫ പ്ലസ് ബീറ്റ രണ്ടും എന്താണ് നമുക്ക് ഇവിടെ -1 ആയിട്ട് കിട്ടും. -1 ഡിവൈഡഡ് ബൈ ഇതെന്ത് വരും? ആൽഫ ബീറ്റയുടെ വാല്യൂ എന്ത് വരും? -2/1 -2 ആണ്. -2. അപ്പം മൾട്ടിപ്ലൈ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്താ ആൻസർ? 1/α പ്ലസ് 1/βയുടെ ആൻസർ എന്ത് കിട്ടും? 1/2 കിട്ടും. ഇതായിരിക്കും അതിന്റെ ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ. ഇനിയും വേണമെങ്കിൽ ഒരു കാര്യം ഇട്ടോ, ആ ക്വസ്റ്റിനകത്ത് തന്നെ കോമ ഇട്ടിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1/α പ്ലസ് 1/β ആൻഡ് 1/α മൈനസ് 1/β. ഒറ്റ ക്വസ്റ്റിനകത്ത് തന്നെ അത് രണ്ടും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ഇനിയും ഞാനപ്പം എനിക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താ? 1/α മൈനസ് 1/β ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ പ്ലസ് ബീറ്റ വന്നപ്പോൾ ഓൾറെഡി നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ബീറ്റ അവിടെ കിടപ്പുണ്ടോണ്ട് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതിയായിരുന്നു. ഇത് പക്ഷേ എൽസിഎം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡ് ബൈ എന്താ കിട്ടുന്നത്? ആൽഫ ബീറ്റ എന്നാണ് കിട്ടുന്നത്. ആൽഫ ബീറ്റയുടെ ആൻസർ ഇവിടെ കിടപ്പുണ്ടോ? പക്ഷേ ബീറ്റ മൈനസ് ആൽഫയുടെ ആൻസർ കിടപ്പുണ്ടോ? ഇല്ല. ഇതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ബീറ്റ മൈനസ് ആൽഫ ദ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് എന്താണ്? ബി സ്ക്വയർ. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എന്താണ്? ബീറ്റ മൈനസ് ആൽഫ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ഒരുമിച്ച് എഴുതിയിട്ട് -2 ബീറ്റ ആൽഫ എന്ന് എഴുതാൻ പോകും. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനിയും സിമ്പിൾ ആയിട്ട് ഞാൻ എഴുതാൻ പോകുന്നത് നോക്കിയേ. ഇവിടെ ബീറ്റ മൈനസ് ആൽഫയുടെ സ്ക്വയറിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ബീറ്റ മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബീറ്റ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ -2 ബീറ്റ ആൽഫ എന്നാവുമല്ലോ. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി വീണ്ടും ഇതിന്റെ സൈഡിലോട്ട് ഞാൻ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ചെയ്യാൻ പോവാം. എന്ത് കിട്ടും? ആൽഫ സ്ക്വയർ പ്ലസ് 2α ബീറ്റ പ്ലസ് എന്തെന്ന് കിട്ടും? ബീറ്റ സ്ക്വയർ എന്ന് കിട്ടും. ആണോ? അപ്പൊ ഇവിടെ ഒന്ന് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഒരുമിച്ച് എഴുതി പ്ലസ് എന്തെന്ന് എഴുതി? 2α ബീറ്റ എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? ഇല്ല. നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് ഇവിടെ കിടക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2α ബീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നു? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് കിട്ടുന്നു. ആണോ? അപ്പം ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ ഇതാണ്. അത് നേരെ ഞാൻ തന്നെ ഇതിനകത്ത് ഇവിടെ കൊണ്ട് കൊടുത്താൽ ബീറ്റ മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബീറ്റ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ -2α ബീറ്റ -2 ബീറ്റ ആൽഫ അവിടെ കിടക്കുന്നത്. 2α ബീറ്റ എന്ന് എഴുതിയാലും ബീറ്റ ആൽഫ എന്ന് എഴുതിയാലും രണ്ടും ഒന്നല്ലേ? അങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടി -4α ബീറ്റ എന്നാക്കാലോ. ഇത് -2 മാങ്ങ -2 മാങ്ങ എത്ര? -4 മാങ്ങ അല്ലേ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയണം കേട്ടോ. ഇച്ചിരി പാടാ.
ഇങ്ങനെ ആവും. ഓക്കെ ആണോ? ഓക്കെ. ഇനി ആൽഫ ബീറ്റയുടെ വാല്യൂ കിടപ്പുണ്ടല്ലോ. എന്താ ആൽഫ ബീറ്റയുടെ വാല്യൂ എത്രയാ? ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എത്രയാ? -1 അല്ലേ? അതെ. അപ്പോൾ -1ന്റെ സ്ക്വയർ, -1 എൻ്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -4 ഇൻറ്റു ആൽഫ ബീറ്റയുടെ വാല്യൂ എന്താ? -2. അപ്പോൾ 4 ഇൻറ്റു -2 എന്ന് കൊടുത്താൽ പോരെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? റൂട്ട് ഓഫ് -1ന്റെ സ്ക്വയർ 1 ആണ്. ഈ മൈനസ് ഒരു പ്ലസ് ആവും. അപ്പോൾ 4 ഇൻറ്റു 2 8. അപ്പോൾ എത്ര വരുന്നു? റൂട്ട് ഓഫ് 8 + 1 9. റൂട്ട് ഓഫ് 9 എത്ര? 3. അപ്പോൾ ആൽഫ ബീറ്റ മൈനസ് ആൽഫയുടെ വാല്യൂ എന്ത് കിട്ടി? 3. നമുക്ക് എന്തുവായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ആൽഫ 1/α മൈനസ് 1/β നമ്മൾ ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ എന്നാക്കി. ബീറ്റ മൈനസ് ആൽഫ ഇപ്പോൾ 3 കിട്ടി. ആൽഫ ബീറ്റ നമുക്ക് -2 ആണ്. അപ്പോൾ 3/-2 ആയിരിക്കും, അല്ലെ -3/2 ആയിരിക്കും അതിൻ്റെ ആൻസർ. -2 ആണോ നമുക്ക് കിട്ടുന്നുണ്ടാകുന്നത്, അതോ 2 ആണോ? -2. ഓക്കെ മൈനസ് ആണ്. ഓക്കെ കറക്റ്റ്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണ്. ഇച്ചിരി പാടാണ്. ക്ലിയർ ആണ്. ആദ്യത്തേത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം 1/α + 1/β എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ β + α/α β എന്ന് വരും. β + ആൽഫയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, ആൽഫ ബീറ്റയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടും. പക്ഷേ 1/α - 1/β ചെയ്യുമ്പോൾ നമുക്ക് LCM എടുത്തു കഴിഞ്ഞാൽ β - α/α + α β വരുന്നത്. അപ്പോൾ ആ ബീറ്റ മൈനസ് ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബീറ്റ മൈനസ് ആൽഫ ഉള്ള ഒരു ഐഡന്റിറ്റി എടുക്കണം. ബീറ്റ മൈനസ് ആൽഫ അത് ഹോൾ സ്ക്വയർ. അതെടുത്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നോക്കിയോ, അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ β² - 2β α + α സ്ക്വയർ. അവിടെ നിന്ന് നമ്മൾ ഇതിനെ ഒരുമിച്ച് എഴുതിയപ്പോൾ β² + α² - 2α β. വീണ്ടും ഈ ബീറ്റ നമുക്ക് ബീറ്റ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ അല്ല, ബീറ്റ മൈനസ് ആൽഫ വേണ്ടത്. അപ്പോൾ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? റൂട്ട് വരും. അപ്പോൾ അതിനകത്ത് പ്രശ്നം എന്ന് പറയുമ്പോൾ റൂട്ടിനകത്ത് β² + α² ഉൾപ്പെടും. അതിനെ വീണ്ടും കണ്ടുപിടിക്കണം. β² + α² എന്താ? ഇതാണ് നമ്മുടെ അത് വെച്ചിട്ട് നമ്മുടെ ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്താ? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ - 2α ബീറ്റ. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2α ബീറ്റയും 2β ആൽഫയും ചേർന്ന് -4 ആൽഫ ബീറ്റ ആവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ഉണ്ട്, ആൽഫ ബീറ്റയുടെ വാല്യൂ ഉണ്ട്. കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. മനസ്സിലായെങ്കിൽ ആയെന്ന് പറയാമോ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം? മനസ്സിലായി. ഉറപ്പ്? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. If one of the zeros of the quadratic polynomial f of x is equal to 4x² - 8kx - 9 is negative of the other, find the value of k. The value of k. ചെയ്യാമോ? അതായത് ഇവിടെ പറയുന്നത് if one of the zeros of quadratic polynomial is negative of other എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയോ. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ആ എഫ് ഓഫ് എക്സ് ഇങ്ങോട്ട് എടുത്ത് എഴുതി. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x² - 8kx - 9. എന്നിട്ട് ഇവിടുത്തെ എയും ബിയും സി എടുത്ത് എഴുതാം. എ 4 ആണ്, ബി എന്ന് പറയുന്നത് -8k ആണ്, സി എന്ന് പറയുന്നത് -9 ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു സീറോയുടെ നെഗറ്റീവ് ആയിരിക്കും മറ്റേ സീറോ. ഇതിന്റെ സീറോ വാല്യൂ ഉണ്ട്, ഇതിന് 2 സീറോ വാല്യൂ ആണോ? അപ്പൊ ഇതിന്റെ 2 സീറോ വാല്യൂ ഉണ്ട്. അതിന്റെ ഒരു സീറോ വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് 3 ആണ്, മറ്റേ സീറോ വാല്യൂ -3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 3 ആണെന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു സീറോ വാല്യൂവിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. എന്താ? ലെറ്റ് 1 0 ബി നമുക്ക് എന്താ ഇപ്പൊ ഇതിനകത്തൊന്നും ഇല്ലാത്തൊരു
ടേം ഏതാ എടുക്കേണ്ടത്? വേണേ നമുക്ക് പി എന്നെടുക്കാം. അല്ല, പി വേണ്ട, ഒരു പി എന്ന് തന്നെ എടുക്കാം. പി എന്ന് എടുക്കാം. ഓക്കെ, പി എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ അതർ സീറോ എന്തായിരിക്കും? അതർ സീറോ ബി മൈനസ് പി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് പിയും ബീറ്റ എന്ന് പറയുന്നത് മൈനസ് പിയുമാണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് പിയും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ആണല്ലോ നമ്മുടെ സമ്മ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? പി പ്ലസ് മൈനസ് പി ഇസിക്കൽ എന്താ? 0. ആൽഫ ഇൻറ്റു ബീറ്റ ആണല്ലോ നമ്മുടെ പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ പി ഇൻറ്റു മൈനസ് പി എന്ന് പറയുമ്പോൾ എത്ര വരും? മൈനസ് പി സ്ക്വയർ എന്ന് വരും. ആണോ? ഇനി നോക്കാം, ഇതിന്റെ സീറോയുടെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സീറോയുടെ പ്രത്യേകത വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് സം കണ്ടുപിടിക്കാൻ നെഗറ്റീവ് ബി ബൈ എ ഉപയോഗിക്കുന്നത്. അപ്പം നെഗറ്റീവ് ബി ബൈ എ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? നെഗറ്റീവ് ബി ബൈ എ എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 8k ഡിവൈഡഡ് ബൈ എ എന്ന് പറയുമ്പോൾ 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8k ഡിവൈഡ് ബൈ 4 ആണ്, കട്ട് ചെയ്യുമ്പോൾ 2. അപ്പോൾ എന്താ? 2k എന്ന് വരും. അതേപോലെ ആൽഫ ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും സി ബൈ എ എന്ന് വരും. സി എന്ന് പറയുമ്പോൾ -9, എ എന്ന് പറയുമ്പോഴത്തേക്കും 4. അപ്പോൾ എത്ര? 9/4. അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഈ ആൽഫ ബീറ്റ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, ഓൾറെഡി നമുക്കിപ്പോൾ കെ ആ കണ്ടുപിടിക്കേണ്ടത് അല്ലയോ? ഇതിപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ഈസിക്കൽ ടു 2k എന്നായിട്ടിരിക്കുന്നത് ആണോ? ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ മാനുവലി കണ്ടുപിടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? 0 അല്ലേ? അപ്പൊ 0 ഈസിക്കൽ ടു 2k എന്ന് കിട്ടും ആണോ? അവിടുന്ന് k ഈസിക്കൽ ടു 0/2 എന്ന് വരും. അപ്പൊ k ഈസിക്കൽ ടു എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. മനസ്സിലായെങ്കിൽ ആയെന്ന് പറയാവൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മനസ്സിലായെങ്കിൽ ആയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതുപോലെ തന്നെ ഒരു ഇത് തരാം. ഈഫ് ദ സം ഓഫ് the zeros of the quadratic polynomial f of t is equal to kt square plus 2t plus 3k is equal to their product. അതായത് സമ്മ് എന്തിന് ഈക്വൽ? അതിന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആണ്. then find value of k. സിമ്പിൾ ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് അതേപോലെ അവർ പറയുന്ന പോലെ തന്നെ നമ്മളൊന്ന് എടുത്ത് എഴുതിയാൽ മതി ലോജിക്കലായിട്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു kt സ്ക്വയർ പ്ലസ് 2t പ്ലസ് 3k എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം എ എന്ന് പറയുന്നത് ഇവിടെ k ആണ്, ബി എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, സി എന്ന് പറയുന്നത് ഇവിടെ 3k ആണ്. ഓക്കെ, നമുക്കറിയാം ഇതിന്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ആണ്, അത് മൈനസ് ബി ബൈ എ ആണ്. അപ്പോൾ -2/k എന്ന് വരുന്നു. ഇനി ആൽഫ ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും സി ബൈ എ ആണ്. സി എന്ന് പറയുമ്പോൾ ഇവിടെ 3k ആണ്, 3k ഡിവൈഡഡ് ബൈ എ കെ കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും 3 വരും. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവർ പറഞ്ഞിരിക്കുന്നത് സമ്മും പ്രോഡക്റ്റും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 2/k, ആൽഫ ബീറ്റയുടെ വാല്യൂ 3, കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് താഴോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലി -2 ഡിവൈഡ് ബൈ 3 ഈസിക്കൽ ടു എന്നത് വരും കെ. അപ്പോൾ കെയുടെ ആൻസർ -2/3. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ?
ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. If alpha and beta are the zeros of the quadratic polynomial, f of x is equal to x square minus 5x plus 4. Find the value of 1 by alpha plus 1 by beta minus 2 alpha beta. ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കറിയാം, നമുക്ക് സിംപ്ലി എന്താണ് ഈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4 ആണ്. എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് -5 ആണ്, സി എന്ന് പറയുന്നത് 4 ആണ്. അപ്പം നമുക്കറിയാം നമുക്കിവിടുത്തെ ആൽഫ പ്ലസ് ബീറ്റ സം കണ്ടുപിടിക്കാൻ നെഗറ്റീവ് ബി ബൈ എ ആണ്. നെഗറ്റീവ് ഓഫ് -5/1 ആണ്, അതായത് 5/1 വരും, അതായത് 5 വരും. ആൽഫ ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സി ബൈ എ ആണ്, 4/1 വരും, 4 വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനത്തിലോട്ട് വരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ മൈനസ് 2 ആൽഫ ബീറ്റ ആണ്. ഞാൻ ഇവിടെ മാത്രം ആദ്യം ഒന്ന് LCM എടുക്കാൻ പോവാണേ. ഇവിടെ LCM എടുക്കുമ്പോൾ ഇതിങ്ങോട്ടും ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബീറ്റ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് വരുന്നു. ഇനി നമുക്ക് ഓൾറെഡി എല്ലാം ഉണ്ടല്ലോ, ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ബീറ്റയുടെ വാല്യൂ എല്ലാം ഉണ്ട്, അത് ഇവിടെ കൊടുക്കുക. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 5 ആണ്, അത് രണ്ട് ഇവിടെ കൊടുത്തു 5. ആൽഫ ബീറ്റയുടെ വാല്യൂ 4 ആണ്, അത് രണ്ട് ഇവിടെ കൊടുത്തു. -2 ഇൻറ്റു ആൽഫ ബീറ്റയുടെ വാല്യൂ 4 ആണ്. അപ്പം 5/4 -2 ഇൻറ്റു 4 8. ഇനി ഇങ്ങോട്ട് LCM എടുക്കുന്നു. അപ്പം നമുക്ക് 5/4 മൈനസ് ഹോൾ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ അല്ല ചെയ്യുന്നത്, LCM എടുക്കാനാണ് അതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് 5 മൈനസ് 32 ഡിവൈഡഡ് ബൈ 4 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് -27 ഡിവൈഡഡ് ബൈ 4 എന്ന് വരുന്നു. ഇതായിരിക്കും എൻ്റെ ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായി. എഴുതിയോ? അടുത്ത ദിവസം പറയട്ടെ. ഓക്കെ. അടുത്ത ദിവസം ഇത് ഹോംവർക്ക് ആയിട്ട് എഴുതിയോ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ zeros of the quadratic polynomial p of y is equal to 5y square minus 7y plus 1. Find the value of 1 by alpha plus 1 by beta. ഇത് ഹോംവർക്ക് നേരത്തെ നമ്മൾ ചെയ്യിപ്പിച്ച മോഡൽ തന്നെയാണ്, അത് ഓർത്ത് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇതും ഹോംവർക്ക് ചെയ്തോ, നമ്മളിപ്പോൾ ചെയ്യിച്ച മോഡൽ തന്നെ വേറൊരു രീതിയിൽ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് quadratic polynomial f of x is equal to x square minus x minus 4. Find the value of 1 by alpha plus 1 by beta minus alpha beta. ഹോംവർക്ക് എഴുതിയെടുത്തോ? ഇല്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ 2 മോഡലുകളുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്യിപ്പിക്കാം. ഇവിടെ നോക്കാം. ഇതിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതാണ്, എഴുതിക്കോളൂ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് quadratic polynomial p of x is equal to 4x square minus 5x minus 1. Find the value of alpha square beta
പ്ലസ് ആൽഫ ബീറ്റ സ്ക്വയർ. കണ്ടുപിടിക്കാൻ കോൺഫിഡൻസ് ഉണ്ടോ? കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പറഞ്ഞുതരാം, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം. പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് ഇവിടെ നമുക്കറിയാം നമ്മുടെ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x² മൈനസ് 5x മൈനസ് 1 ആണ്. എയും ബി എടുത്ത് എഴുതുക. എ 4, ബി എന്ന് പറയുന്നത് -5, സി എന്ന് പറയുന്നത് 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്, നമുക്ക് ഇതിൻ്റെ സം എടുക്കുകയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും -b/a ആണ്. -5/4 ആണ്, അതായത് 5/4 എന്ന് കിട്ടും. അതുപോലെ തന്നെ ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ c/a ആണ്, അത് 1/4 കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എന്താണ്, ആൽഫ സ്ക്വയർ ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ സ്ക്വയർ ആണ്. ഞാൻ രണ്ടിനകത്തുനിന്നും ആൽഫ ബീറ്റ കോമൺ എടുക്കുകയാണെങ്കിൽ ബാക്കി ഇവിടെ ആൽഫ വരും, ഇവിടെ എന്ത് വരും, ബീറ്റ വരും. ആണോ? ഇനിയിപ്പോൾ സിമ്പിൾ അല്ലേ. ആൽഫ ബീറ്റയുടെ വാല്യൂ 1/4, ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്താണ്, 5/4. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം 5/16 വരും. ഇതാണ് ആൻസർ. ഞാൻ വിചാരിച്ചു അത് ചെയ്യുമെന്ന്, സിമ്പിളായിട്ട് കോമൺ എടുത്താൽ മതി എന്ന് പറയുന്നു വിചാരിച്ചു. പോട്ടെ, കുഴപ്പമില്ല. ക്ലിയർ ആണോ? ഓക്കെ, ഇനിയും ഒരു ഇതും കൂടെ നോക്കിക്കോളൂ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ f of t is equal to t square minus 4t plus 3. Find the value of alpha raised to 4 beta cube plus alpha cube beta raised to 4. ഇത് വീണ്ടും ഇതേപോലെ തന്നെ f of t is equal to t square minus 4t plus 3 ആണ്. എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് -4 ആണ്, സി എന്ന് പറയുന്നത് 3 ആണ്. ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി -b/a ആണ്. അപ്പോൾ -4/1 ആണ്, 4/1 ആണ്, 4 ആണ്. ആൽഫ ബീറ്റ കണ്ടുപിടിക്കാൻ c/a ആണ്. അപ്പം അത് 3/1 ആണ്, 3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ആൽഫ റേസ്റ്റ് 4 ബീറ്റ ക്യൂബ് പ്ലസ് ആൽഫ ക്യൂബ് ബീറ്റ റേസ്റ്റ് 4 ആണ്. രണ്ടിടത്തുനിന്നും ഏറ്റവും ചെറിയ പവർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ബീറ്റ ക്യൂബ് കോമൺ എടുക്കുന്നു. ഇവിടെ നിന്ന് അല്ലെങ്കിൽ രണ്ടിടത്തുനിന്നും, അതായത് ഇവിടെ ചെറിയ പവർ ബീറ്റയ്ക്കാണ്, ബീറ്റ ക്യൂബ്, ഇവിടെ ചെറിയ പവർ ആൽഫയ്ക്കാണ്. അപ്പം ചെറിയ പവറുള്ളതാണ് കോമൺ എടുക്കാൻ പറ്റുക. ഇല്ല, 4 നിന്ന് 3 എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആൽഫ ക്യൂബും ബീറ്റ ക്യൂബും കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്, ഇവിടെ ആൽഫ ക്യൂബും ബീറ്റ ക്യൂബും കോമൺ എടുത്തു കഴിഞ്ഞാൽ ബീറ്റ ക്യൂബ് മൊത്തം എടുത്തു, പിന്നെ ആൽഫ റേസ്റ്റ് 4 ആണ്, അപ്പോൾ ഒരെണ്ണം ബാക്കി കിടക്കും. പ്ലസ് ഇവിടെ ആൽഫ ക്യൂബ് മൊത്തം പുറത്തെടുത്തു, ബീറ്റ റേസ്റ്റ് 4 ഉണ്ട്, ബീറ്റ ക്യൂബേ എടുത്തുള്ളൂ, അപ്പോൾ ഒരു ബീറ്റ അവിടെ കിടക്കും. ഇനിയും നമുക്ക് ഈ ആൽഫ ക്യൂബ് ബീറ്റ ക്യൂബിനെ ഒരുമിച്ച് ആൽഫ ബീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം, ഇൻറ്റു എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്, 3 ക്യൂബ് ആണ്, ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ 4 ആണ്, അതായത് 27 × 4 ആണ്. 54 108. ആൻസർ 108 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്.